ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി, നിങ്ങളുടെ കയ്യിൽ ചെറുതുണ്ടെങ്കിൽ ചെറുത് ഉപയോഗിക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് പുഴുങ്ങിയെടുക്കണം. ഞാനിപ്പോൾ ഇത് നേരത്തെ പുഴുങ്ങി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2.5 ടീസ്പൂൺ കൂവപ്പൊടി, ആരോറൂട്ട് പൗഡർ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ വറുത്തിടാൻ ആവശ്യത്തിനുള്ള നെയ്യ്, പിന്നെ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലിലേക്ക് നമ്മൾ ഈ കൂവപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ അല്പം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് ഇതിനെ ഒന്ന് കലക്കിയെടുത്തിട്ട് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ച് ചേർക്കുകയാണ്. അഥവാ എന്തെങ്കിലും കട്ടയൊക്കെ അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 50-50 പാലും വെള്ളവും അങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക. 1 കപ്പ് പാല് 1 കപ്പ് വെള്ളം അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് മുഴുവൻ പാലിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്കതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വളരെ ഫൈനായിട്ട് അങ്ങ് അരഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ പാലിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട. അത് ജസ്റ്റ് ഒന്ന് ആവിയിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ടോ, അതെല്ലാം പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിത് കത്തിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പ്. കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കൂവപ്പൊടിയാണ്. അത് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഊറിയിട്ട് അടിയിൽ വന്നിട്ട് അടിഭാഗം കരിഞ്ഞു പിടിക്കും. അതുപോലെ തന്നെയാണ് ക്യാരറ്റും പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പം കൈ വെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഒറ്റ തവണ ഒന്ന് തിളച്ച് വന്നാൽ മതി. കൂടുതൽ സമയം വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകിൽ ഇതുപോലെ ഇങ്ങനെ ഇളം ചൂടോട് കൂടി കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കുടിക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.